എല്ലാവർക്കും നല്ല കൊട്ടക്കണക്കിന് മാർക്കുണ്ട്. ഓരോരുത്തരെ വിളിക്കുക, വന്ന് വാങ്ങി പോയിക്കോളി. സുഹറ, വേഗം വന്ന് വാങ്ങിപ്പോ. നിനക്ക് നിന്റെ സ്വന്തം റോൾ നമ്പർ പോലും അറിയില്ലേ? 12 എന്നുള്ളടത്ത് നീ എഴുതി വെച്ചിരിക്കണത് 13 എന്നാ. അതൊക്കെ കുൽസ് പറഞ്ഞതാ. നിന്റെ റോൾ നമ്പർ കുൽസിനോടാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ദേശീയ പക്ഷി ഏതാ? കാക്കല്ലേ? കാക്കല്ലടി, കുയില്. ഓ, കുയിലാണോ? ഓ, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കോഴി മുട്ടുണ്ട്, അവിടെ പോയിരുന്നു. അതാ നിനക്ക് നല്ലത്. എന്നാ കൊണ്ടുപോ നിന്റെ പേപ്പർ. ഇങ്ങനത്തെ ഓരോ നിന്റെ ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുൽസു, വേഗം വാ. നിനക്ക് ഇത്രയും കാലമായിട്ട് നിന്റെ സ്വന്തം പേര് പോലും എഴുതാറിയില്ലേ? നീ കുൽസു എന്നുള്ളതിന് പകരം കുസു എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അത് പിന്നെ ടീച്ചറെ, ഒരക്ഷരം ഇടാൻ മറന്നുപോയതാ. ഡി, 1+1 എത്ര? 11 അല്ലേ? 11 അല്ല, 12. ഇത്രയും കാലമായിട്ട് അതുപോലെ നിനക്കറിയില്ലേ? നിന്റെ സുഹറിന്റെ പേപ്പർ ഒരുപോലെ അച്ചടിച്ച് എഴുതിയിട്ടുണ്ട്. എഴുതിയതൊക്കെ ശരിയാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും പൊട്ടത്തെറ്റ്. ഇന്ന് നിന്റെ പേപ്പർ കൊണ്ടുപോ. അമ്മു, വേഗം വാ. മോൾക്ക് നല്ല മാർക്കുണ്ട്, 50ൽ 47 മാർക്കുണ്ട്. താങ്ക് യു മിസ്. അന്ന് പേപ്പർ പോയിരുന്നു. സൂസു, മോൾക്ക് 50ൽ 49 ഉണ്ട്. അയ്യോ മിസ്, അര മാർക്ക് എവിടെ? എനിക്ക് അര മാർക്കിൽ എന്നെ വീട്ടിൽ കയറ്റൂല. അയ്യോ മിസ്, അര മാർക്ക് ഒന്ന് എത്തിട്ടാ മിസ്സേ. മോളെ, അര മാർക്കല്ലേ, ക്ലാസ് ടോപ്പർ നീയല്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അര മാർക്ക് താ മിസ്സേ, ലെഗിന്റെ വീട്ടിൽ കയറ്റൂല. അങ്ങനെ ഇട്ടാനൊന്നും പറ്റൂല. അക്ഷരത്തെറ്റുണ്ട്, അതുകൊണ്ട് കുറച്ച് അര മാർക്ക്. അയ്യോ മിസ്, ഒന്ന് താ മിസ്സേ. ഇവിടെ ഒന്നും കരഞ്ഞിട്ട് കാര്യമില്ല, നല്ലപോലെ എഴുതണമായിരുന്നു. പോയിരിക്കവിടെ. ഇവിടെ കുറെ എണ്ണങ്ങൾക്ക് അര മാർക്കുള്ളൂ. അപ്പളാ ഒരുത്തി അര മാർക്കിന് വേണ്ടി ഇരുന്ന് കരയണത്.